ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ? തല കയറി കൊണ്ടത് ഇനി മതിയായില്ലേ? മതിയായിട്ടില്ലേ? അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കുടിപ്പിച്ചാൽ എനിക്ക് മതിയാവും. എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എന്നാ കിണ്ടൽ പண்றியா? SI തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ? സോറി സാർ, വലിവാണ്. വലിയ താനാരാ? റബ്ബറോ? ഞാൻ അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സാർ. 3 തെണ്ടികൾ ചേർന്ന് പൂവോടൊരു പെണ്ണിനെ പിച്ചിച്ചിരുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സാർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സാർ. ആരാ? എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വിളയാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോവും. ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല. ജീവ ആരാവള്? അവളാരാണ്? അവളാരാന്ന്? ഇവളോ? ഒട്ടിച്ചിരിച്ചെന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ്? തമ്പാനി മുഖം കണ്ടിട്ട് ആരാന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറയാൻ ഞാനത് കാക്കാലോ. ആരാണിവൾ? 2 പേരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ഇയാളൊക്കെ ആര് പോലീസിലെടുത്തു? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ 3 പേരെയും ഞാൻ പൊക്കും. പൗലോസേ, വയസ്സാം കാലത്ത് സ്ത്രീ പീഡനമാണ്. IPC 156. 10 വർഷമാണ് ശിക്ഷ. 12 വർഷമല്ലേ? എന്റെ തമ്പാൻ സാറേ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. ആണോടോ? എന്തിനാണോ ഞാൻ കരുതേ? മകളെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു അച്ഛനോട് ഒരു സ്വന്തം മകളാണോന്ന് ചോദിച്ചാൽ ഏത് അച്ഛൻ സഹിക്കും സാർ? ഹാർട്ട് പേഷ്യന്റ് ആണ്. അവർ തമ്മിലുള്ള ബന്ധം സാറിന് അറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവനെ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചോടിക്കും. അപ്പച്ചാ, ആ വിടന്മാരെ പിടിച്ചോ സാർ? കെട്ടിപ്പിടിച്ചു. പിടിച്ചല്ലേ? പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൽ. അയ്യോ സാറേ, എന്റെ ചേട്ടൻ ഒന്നും ചെയ്യുന്നത് സുഖമില്ലാത്ത ആളാ. എന്നവളെ അടി എന്നവളെ എന്ന ഹൃദയത്തെ தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடம் മസനഗുടി മല്ലികാവ്. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. പൗലോസേട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. 2 പേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞതല്ലേ ചേട്ടാ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ട് പൊയ്ക്കോളൂ കേട്ടോ. എവിടെ ആ 2 തടിമാടന്മാര്? കേട്ടില്ലേ? എടീ, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുഴിച്ചിടീ മോളെ. പോലീസേട്ടാ വന്നേ.
പൗലോസേട്ടൻ ഇനി അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല. പിന്നെ നീ തിളപ്പിക്കൂ. അതല്ല, എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹിച്ച് നമ്മൾ അവളെ ഒഴിവാക്കുന്നു. എന്തായി? ആ ബസ് അവിനാശിക്ക. ടിക്കറ്റ് എടുത്തു. ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക. യാത്രക്കാർക്ക് നല്ല ഉറക്കാം. ഇനി അഥവാ ആരെങ്കിലും ഉണർന്നാൽ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം. എങ്കിൽ പിന്നെ ശവത്തിനെ പിടിച്ച് കേട്ടടാ. അപ്പൊ നീ അവളെ കൊന്നോ? പിണ്ടാരുടെ മാപ്പിളെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. വാ. എനിക്ക് അധികം ഭാരെടുക്കാൻ പറ്റില്ല കേട്ടോ. പിടിച്ചോ. போலீஸ் ஜீப்ல டீசல் இல்லைன்னு சொல்ற தப்பு. പമ്പ അടച്ചു പോച്ചു സാർ. பேலன்ஸ் வலிச்சுக்கூடா. എന്തൊരു വെയിറ്റ് ആയി ശവത്തിന്. இந்த வண்டி செக் பண்ணு. போய் டிரைவரை தேடி கண்டுபிடிச்சு வா. போ. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരുമായിട്ട്? ഞങ്ങൾ വെറുതെ കാറ്റുകൊള്ള ഇറങ്ങിയതാ. ആ, ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങൾ പെട്രോൾ തീർന്നിട്ട് നിൽക്കുക. ഓ വെരി ഗുഡ്. എന്നാ പിന്നെ തമ്പാച്ചല്ലേ. ഇതാരാ? അമ്മായിയപ്പൻ. പൗലോസേട്ടൻ അമ്മായിയച്ഛൻ. നമസ്കാരം. നമസ്കാരം. സുഖം തന്നെ സാറേ. സുഖാണ്. കൊള്ളാമല്ലോ പോലോസേ. ഈയിടായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. ആഹാ. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ. അല്ല, ഈ ബന്ധുക്കളുടെ തള്ളിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞ് വന്നേ. കാശൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യവന്മാരെ എവിടെ പോയി കിടക്കുന്നത്? പെട്രോളൊക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്കാ. ആ, ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കുക. ആ, അങ്ങനെ പറ. പോയി. നമസ്കാരം. പോയടാ. അവളെവിടെ? പെട്ടെന്ന് കയറ്റിക്കോ. ബസ്സിൽ. കുടിച്ചടാ. ഇതൊക്കെ എന്തിനാ? മോന് കൊടുക്കാൻ. ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദാ പെണ്ണായിരുന്നു. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? മൂക്ക് മുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റല്ല, മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യ. അനുസരണ 7 അയൽവക്കത്തോടി പോയിട്ടില്ല. എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും. കിട്ടാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചിങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. ആ. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ആ. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല. ചേട്ടൻ ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ 2 കുരിശാ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? വേറൊരു കുരിശ് കൊടയും പിടിച്ചു വന്നിരിക്കണു. ആര്? ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ. പറ്റില്ല, കാരണം അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മോൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ മതി. അതല്ലടാ, അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മള് കുടുങ്ങിയത് തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പോ എന്താ വേണ്ടേ? അതെന്താ പൗലോസേ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടേന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛനെ പോയിട്ട് ധൃതിയുണ്ട് പോലോസേട്ടാ. എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസ് മോൻ എവിടെ? ഞാൻ പോവാ, ആത്മഹത്യ ചെയ്യാൻ പോവാ. എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളെ. അയ്യോ, ദേ പോണു. ഫാദർ, അച്ചോ, അവർ ഇത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പഴാ ഒന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. അയ്യോ, ബെഡ്റൂമില്ല. അതിനെന്താ? മധു ബാത്റൂമില്ല. ബാത്റൂം ബെഡ്റൂമില്ല. അറ്റാച്ചറേ. അവൾക്ക് ഈ കഥ അടച്ചിട്ട് കുളിക്കാൻ പേടിയാ. അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. ഓ, എന്റെ പുറത്ത്
സോപ്പൊന്ന് തേച്ച് തരൂ ജീവേട്ടാ. നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ, നമ്മുടെ അച്ഛൻ. ഓ, അച്ഛനെ കാണാൻ എനിക്ക് കൊതിയായി. അച്ഛനോട് ഒരു 4 മണിക്കൂർ ഇരിക്കാൻ പറയൂ ജീവേട്ടാ. 4 മണിക്കൂർ കുളിയോ? മധുവിന്റെ കുളി അങ്ങനെ അച്ചോ. ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ചീവിക്കാപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളക് കൂടിയിട്ടൊരു തേപ്പ. പൗലോസേട്ടന്റെ തമാശ. ഏതായാലും അവള് കുളി കഴിഞ്ഞു വരട്ടെ, കണ്ടിട്ട് പോവാം. എന്താ ഉണ്ടിട്ടും പോന്നോ? അതും ആകാം പൗലോസേ. അതും ആവാല്ലേ. ജീവേട്ടാ, അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ. അച്ഛൻ പേടിച്ച ഉടനെ തന്നെ പൊക്കളയും. അയ്യോ, എന്തിനാ നീ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക. ആര്? അപ്പൊ അലക്കേരം കടപ്പയ്യ. ആ, ആ. ഞാൻ ഇറങ്ങട്ടെ ജീവ, ഓ. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി ഫാദർ. മോളെ, അച്ഛൻ ഇറങ്ങുക, ആ. പോയിട്ട് പിന്നെ വരാം. നീ വിശാലമായിട്ട് കുളിച്ചോ. മോളെ അച്ഛനെ ഇറങ്ങാന്ന്. ആ, താങ്ക് യു. ആ, പിന്നെ എന്റെ കൂടെ ആള് കൂടെ ഉണ്ട്. അയ്യോ, പുറത്ത് നിൽക്കുക, പരിചയപ്പെടുത്താൻ മറന്നു. അപ്പൊ വിളിച്ചുകൊണ്ട് വരായിരുന്നില്ല അച്ഛോ? വിളിക്കാം. കുട്ടി, അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിസി? സൂപ്പറായി. ഈ പെണ്ണ് നിന്റെ ആരാ? ഉം? അത് പിന്നെ അച്ഛൻ ഞാൻ നീ താലി കെട്ടിയ ഭാര്യ. അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? ക്ഷമിക്കണം അച്ഛ, ഒരു അബദ്ധം പറ്റിയ. ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ? താനും ഇതിന് കൂട്ടുനിന്നത് അത്ഭുതം. ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ, ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന്. ശ്ശോ, കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ പാടുണ്ടോ? ഇറങ്ങിപ്പോകാൻ എവളും. ഫാദറിന് കേൾക്കണോ? എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി, നീ എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയെ തൊട്ടാ നിന്നെ തട്ടിക്കളയുന്നൊക്കെ പറയും ഫാദർ. ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ. നിങ്ങളാ ജീവനെ വഷളാക്കുന്നത്. അയ്യോ, സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവാവും, പക്ഷെ അത് ഓവറാവരുത്. മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? ശരി ഫാദർ. കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണോ? വിളിക്കണു. എനിക്ക് നിന്നെ വിശ്വാസം പോലെ ബസ് സ്റ്റാൻഡിലേക്കെന്ന് പറഞ്ഞ് സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കാഞ്ഞ വിത്താനി. താനും മോശമല്ല. ഛീ, ഛീ.